ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ രാവിലെ കൊള്ളിയും ബീഫും ഉണ്ടാ പിന്നെ തുടങ്ങിയെന്നോ കൊള്ളിയും ബീഫും കഴിക്കാനൊരു ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അത് കാരണം ഇത് മസാല ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, തിരുമ്പിയിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കാനൊക്കെ. അപ്പം വാപ്പാക്ക് ചോറൊക്കെ കൊണ്ടുപോകണ കാരണം അതൊക്കെ ആ പാത്രമൊക്കെ വേഗം കഴുകി ക്ലീനാക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാനെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. പനി ജലദോഷം ഇന്നലെ വൈകുന്നേരമാണ് തുടങ്ങിയത്. ജലദോഷം അത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ല, തലവേദനയുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ ഇന്നലെ ലോങ് വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇപ്പോഴും തീരെ സുഖമില്ല. അപ്പം ശബ്ദത്തിനൊക്കെ വ്യത്യാസമൊക്കെ വരും. അപ്പം എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇന്ന് അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ നേരം വിളിച്ചിട്ട് തീരെ പറ്റണുണ്ടായില്ല. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടാ റൂമൊക്കെ വൃത്തിയാക്കി. പിന്നെ പുതപ്പും ഒക്കെ മടക്കിയൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കിച്ചണിൽ പരിപ്പേക്ക് താളിക്കാനാണ്. എല്ലാത്തിലും ഇങ്ങനെ താളിക്കണം. വേപ്പിലൊക്കെ വേണം, അതൊക്കെയല്ലേ ഒരു ഭംഗി. അപ്പം അതിനപ്പം ഈ കോരി വയ്ക്കണ ചെറിയ ചട്ടിയല്ല, മൺചട്ടി. അപ്പം അത് തുണിയിൽ പിടിക്കാനൊക്കെ ഒരു പേടി, അങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ. അപ്പം അത് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ കോരി ഒഴിക്കണത്. വേറെ എന്താണ് നിങ്ങളുടെ വിശേഷമൊക്കെ? സുഖമല്ലേ? അപ്പം ഇന്നലെ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി. അത് കാണാത്തവർ പോയി കാണാം. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും കാണരുത്. അപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം കേട്ടോ. വെള്ളപ്പവും ബീഫും കേട്ടോ. അപ്പം അതേ അതൊക്കെ അതിൻ്റെ ഇടയിൽ ബീഫിക്ക് ഞാൻ താളിക്കാറുണ്ടായിരുന്നു. അപ്പം താളിച്ചത് ഞാനിത്തിരി പറയാൻ മറന്ന് അതിൻ്റെ ഇടയിൽ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ പപ്പടം വറക്കണ്. പപ്പടം നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമുണ്ടായില്ല ആദ്യം പപ്പടമൊന്നും. എൻ്റെ കെട്ടിയോനിങ്ങനെ പഠിപ്പിച്ചിട്ട് ഇപ്പം പപ്പടം വേണം എനിക്ക് എല്ലാത്തിനും. മീൻ വറുത്തത് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പപ്പടമൊന്നും കൂട്ടില്ല, മീൻ വറുത്തത് മാത്രം കിട്ടുള്ളൂ ഞാൻ അങ്ങനെ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ പപ്പടം? അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കണ്ട. വെള്ളപ്പവും ബീഫും ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഡോക്ടർക്ക് പോവാണ് ഇവിടെ പെരിഞ്ഞനത്ത് ഷാൻറ്റോനെ കാണിക്കാൻ. അപ്പം അവിടെ എത്തി കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണില്ല, അപ്പോൾ ഒന്ന് ഞാൻ എടുത്തോട്ടെ എന്നല്ല. ഡോക്ടർ എടുത്തോളാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അപ്പം എടുത്തതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പം എൻ്റെ ഉമ്മച്ചി ഇവിടെ പഠിച്ചതൊക്കെ കഥകളൊക്കെ പറയുമായിരുന്നു, ഇവിടെ അടുത്താണ് പഠിച്ചത് അങ്ങനെ. അപ്പം എൻ്റെ ഉമ്മച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. അവിടേക്ക് പോയില്ല ഇപ്പം, എനിക്ക് തീരെ വയ്യല്ല. അപ്പം പിന്നെ ജലദോഷ കാരണം അങ്ങോട്ട് പോവാൻ നിന്നില്ല. പെരുന്നാളിന് പോയതാണല്ലോ, എങ്ങനെ വീട്ടിൽ എത്തിയാൽ മതി എന്നാണ്. ഇപ്പോഴും ഒരു കുറവില്ല അങ്ങനായിട്ട്. വേറെന്താണ് നിങ്ങളുടെ വിശേഷമൊക്കെ? ഇന്ന് പിന്നെ മഴ ഒന്നും ഉണ്ടായില്ല, നല്ലൊരു വെയിലായിരുന്നു ഇന്നലെയും ഇന്നൊക്കെ. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല അന്നത്തെ ദിവസം. നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവണല്ലോ രസം കാണാൻ അങ്ങനെ. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഷാൻറ്റോ ഡോക്ടറുടെ പേര് വെറുതെ കാണിച്ചതാണ്. ഞാൻ ഇന്ന് കൊള്ളിയൊക്കെ കിട്ടി, ഞാൻ പറയാം കൊള്ളി ബീഫ് അതൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പൂതി വാഴയിൽ ചോറ് തിന്നാൻ. അപ്പം വെറും ചോറും ബീഫ് അടിപൊളിയാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. നാളെ കാണാം. ബൈ.